ഇതല്ലേ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അതെ, അരുൺ വരുന്നുണ്ട്. അവനോട് കല്യാണം മുടങ്ങിയ കാര്യം ചോദിക്കില്ല കേട്ടോ. ഇല്ല. മോർണിംഗ്. നീ ഇന്നലെ രാത്രി ചക്കപ്പഴാണോ കഴിച്ചത്? ഉണ്ടയാ കഴിച്ചത്. ഗുഡ് മോർണിംഗ് ഡാ. അല്ല, നീ ഇത്ര ലേറ്റ് ആയിട്ടൊന്നോട് ചോദിച്ചതാ. ഗുഡ് മോർണിംഗ്. എന്ത് ചളുവാടാ പ്രസാദേ. അതെ, ചമ്മിരിക്കൊന്നും വേണ്ട. കല്യാണം മുടങ്ങിയ കാര്യം ഞങ്ങൾ ആരും അറിഞ്ഞിട്ടൊന്നുമില്ല അല്ലേ? എന്ത് പരിപാടി കാണിച്ചത്? ഞാൻ പറഞ്ഞല്ലേ. ചുമ്മാ. വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചായിരുന്നു. വിചാരിച്ച ഒരു പെണ്ണ് കാണാൻ ചെല്ലാൻ. എന്നാ കൊണ്ടുപോയി തിന്ന്. പെൺകുട്ടി SI ആ പേടി ഉറപ്പായി. എന്താടി ചേട്ടാ എനിക്കൊരു ഉപകാരം ചെയ്യോ? ഉപകാരം ചെയ്യാനുള്ള സമയമൊന്നുമില്ല ഇപ്പൊ. എന്റെ ആ ഫ്രണ്ടില്ലേ സ്വാതി, നിങ്ങളെന്നാ പെണ്ണ് കാണാൻ പോയ കുട്ടി, അവക്ക് ബാംഗ്ലൂർക്ക് ട്രാൻസ്ഫർ ആയി. അതിന് അവക്ക് അവിടെ പേയിങ് ഗസ്റ്റ് ആയിട്ട് താമസിക്കാനൊരു സ്ഥലം സംഘടിപ്പിക്കോ? അച്ഛനമ്മയും കൂടെ വരും. ചേട്ടൻ അവിടെ ഉണ്ടെന്നുള്ള കാര്യം അവക്ക് അറിയാൻ തന്നെ ഞാനങ്ങ് പറഞ്ഞു പോയി. അതിനൊന്നും എനിക്ക് സമയമില്ല. അമ്മ, ഈ ചേട്ടൻ സമ്മതിക്കുന്നില്ല, ഒന്ന് പറ. എന്താടാ നിന്റെ പ്രശ്നം? നാട്ടിൽ നിന്നൊരു കുടുംബ സഹായം ചോദിച്ചാൽ ചെയ്തു കൊടുത്ത എന്താ? അമ്മേ, അവളെ പോയി കെട്ടാനൊന്നും നിന്നോട് പറഞ്ഞില്ലല്ലോ. സുവിൻ എന്ത് വിചാരിക്കും അമ്മേ? അവന് പൊക്കം കുറഞ്ഞു പോയത് അവളുടെ കുഴപ്പം കൊണ്ടാണ്. ദേ നമ്പർ കൊടുത്തിട്ടുണ്ട്, അവര് വിളിക്കും. ആ ഈ ബജി മുഴുവൻ മാവ. ഓരോ മാറും. എന്താണ് ആ പെണ്ണില്ലേ? ഏ പെണ്ണ്? നീ ആ പെണ്ണ് കാണാൻ പോയ പെണ്ണ് അവള് ബാംഗ്ലൂരിലേക്ക് ട്രാൻസ്ഫർ ആയി വരുന്നു. അതിന് അതിന് താമസിക്കാൻ ഒരു PG ശരിയായി കൊടുക്കണമെന്ന്. കൂടെ അച്ഛനും അമ്മയും വരുന്നുണ്ടെന്ന്. ഡാ ഒരുമാതിരി തെണ്ടിത്തരം കാണിക്കരുത്. അവളെ ഈ സിറ്റിയിൽ കാല് കുത്താൻ സമ്മതിക്കരുത് അല്ലേ? പാടില്ല. എടാ അമ്മ പറഞ്ഞല്ലേ, നീ ഇവിടെ വാ. എടാ അമ്മായിക്ക് പ്രാന്താന്ന് പണ്ടേ നിനക്കറിയാലോ. എല്ലാ വെള്ളുകളും എടുത്ത് തലയെ വെച്ചോളും. എടാ അരുണേ, നീ ആലോചിക്കും. അവളിവിടെ വന്ന അവൾ ഏതെങ്കിലും ഒരു മൂറ്റം വളയ്ക്കും. എടാ ഞാൻ പിന്നെ എന്തിനാടാ അവക്ക് താമസ സൗകര്യം ഉണ്ടാക്കാൻ വളം വെച്ച് കൊടുക്കുന്നത്? അവളെ കണ്ടതിന് ശേഷം എൻ്റെ പൊക്കം പ്രത്യേകിച്ച് കൂടിയിട്ടൊന്നും ഇല്ലല്ലോ. ഉണ്ടോ? ഇല്ല, അതെന്തായാലും കൂടാനും പോകുന്നില്ല. So guys, we are in the middle of a tough competition. You know what? കൂണുകൾ മുളച്ചു പൊങ്ങുന്ന പോലെയാണ് പുതിയ ബാങ്കുകൾ ഇവിടെ വരുന്നത്. This is exactly where the numbers speak for us. Where hard work makes all the difference. വെറുതെ ഇരുന്ന ബിസിനസ് കിട്ടത്തില്ല. ആഴിയിലേക്ക് എടുത്തു ചാടിയാലേ നമുക്ക് കൊമ്പൻ സ്രാവിനെ കിട്ടും. ഫോർ എക്സാമ്പിൾ, വാട്ട് അബൌട്ട് ദ ഹോം ലോൺ പ്രോസ്പെക്റ്റീവ്സ്? സർ 12. വാട്ട് അബൌട്ട് ദ കാർ ലോൺസ്? ചമച്ചി, എന്താ? പരിചയത്തിൽ വല്ല നല്ല ലേഡീസ് ഹോസ്റ്റൽ വല്ലതുണ്ടോ? നല്ല ലേഡീസ് ഹോസ്റ്റൽ ഉദ്ദേശിച്ചത് നല്ല പെമ്പിള്ളാരുള്ള ഹോസ്റ്റൽ എന്നാണോടാ? നമ്മുടെ സുവിൻ കണ്ട പെണ്ണില്ലേ, അവള് ബാംഗ്ലൂരിലേക്ക് ട്രാൻസ്ഫർ ആയി വരുന്നുണ്ട്. ഇത് സൂര്യനോട് പറഞ്ഞിരുന്നു. പിന്നെ അവൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞു. നിന്നെ ഒരു രീതിയിലും സഹായിക്കരുന്നു. നിങ്ങൾ ആരെ സഹായിച്ചില്ലേലും ശ്യാമേച്ചി എന്നെ സഹായിക്കും അല്ലേ? പിന്നെ അരുൺ, വാട്ട്സ് ഹാപ്പനിങ് ദേർ? നിങ്ങളെ പോലുള്ള ഇഡിയറ്റ്സിന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ആഴിയിലേക്ക് എടുത്തു ചാടിയാലേ കൊമ്പൻ സ്രാവിനെ കിട്ടുള്ളൂ എന്നൊക്കെ ഞാൻ ഇവിടെ മലയാളത്തിൽ കിടന്ന് അലറുന്നത്. യു ഗെറ്റിംഗ് എനിത്തിങ്? ഇത്ര ആഴിയിലേക്ക് എടുത്ത് ചാടുമ്പോ കൊമ്പൻ സ്രാവിന് നമ്മളെയല്ലേ കിട്ടുന്നത്? Stupid! Get out right away, you idiot! അതുവഴി ഒന്നും വല്ല ഇറങ്ങി വാടാ, മണി 8 ഇന്ന് ഏരിയ മാത്രം വിസിറ്റ് ഉള്ളോ. പിന്നെ പറഞ്ഞ് മനസ്സിലാക്കടാ. പിന്നെ എനിക്കിതല്ലേ പണി. മുട്ടാലി വെച്ചില്ല, എന്റെ എല്ലാം ഒരുമിച്ച് വരും. ഹലോ, എത്തിയോ? എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യ്, നേരെ കമ്മനഹള്ളിയിലോട്ടൊരു ഓട്ടോ പിടിച്ചു വാ. ഞാൻ അവിടെ ഉണ്ടാവും. അവിടെയാണ് PG. ആ ശരി, ഇറങ്ങടാ. ഹലോ, ആ ഇവിടെ ഉണ്ട്. ഇവിടെ അരുൺ നിർത്ത്, സ്റ്റോപ്പ്. എവിടെ വെച്ച്? 80 രൂപ സാർ. ബാലൻസ് വെച്ചു. ആയിട്ട് സാർ. വാ. ആ കൊള്ളാം, നല്ല ഉരുപ്പടിയാ. കവരയില്ലാതെ ഒരു 100 രൂപയ്ക്ക് കിട്ടുമായിരിക്കും. പലരും വന്ന് ചോദിച്ചതാ, കൊടുത്തില്ല. ഇപ്പൊ കാശിന് ഇത്തിരി അത്യാവശ്യം വന്നു. നിങ്ങൾക്ക് ആ യോഗം തോന്നുന്നു. കണ്ടല്ലോ, ഇതായിരുന്നു ശരിക്കും ഞാൻ. ഒരു പറമ്പിന്റെ നടുക്കിങ്ങനെ തലയുയർത്തി പിടിച്ച് നിന്നിരുന്ന ഒന്നൊന്നര അഞ്ഞിലി. ഹലോ അരുൺ,
ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഈ സ്ഥലം കണ്ടുപിടിച്ചത്. യുനോ അതേ ബാങ്കിൽ താമസിക്കുന്ന ഒരു കുട്ടി ഇവിടെ ജോലി ചെയ്യുന്നുണ്ടല്ലോ. താമസിക്കുന്നുണ്ടല്ലോ. എന്താവശ്യം ഉണ്ടെങ്കിലും ഇതിൽ വിളിച്ചാൽ മതി. ആയിക്കോട്ടെ. പിന്നെ പിന്നെ പിന്നൊന്നുമില്ല. വാ മോളെ. വേണ്ടെന്ന് പറയണ്ടേ, അല്ലെങ്കിൽ ആലോചിക്കാതെ ഓരോ കാര്യങ്ങൾ ചെയ്താ ഇങ്ങനെ ഇരിക്കും. ഇവനെന്തായിരുന്നു ഈ പെറുവർക്കുന്നേ? ഇന്നലെ ചായക്കപ്പ് കൊണ്ടുവന്നപ്പോ ഒന്ന് തലേന്ന് പൊക്കി നോക്കായിരുന്നു. ഇതിപ്പോ ചുണ്ടോളെത്തിയ പാൽപ്പായസം പോയ പോലെയായി. എന്താടാ നീ എന്നോടൊന്നും തോന്നരുത്. എന്ത് തോന്നല്? എനിക്ക് അവളുടെ മുഖം മനസ്സിൽ നിന്ന് പോകുന്നില്ല. ആരുടെ? സ്വാതിയുടെ. എന്നാലും എന്നോട് ഇത് വേണ്ടായിരുന്നു. എനിക്ക് അവളെ മറക്കാനുള്ള ടൈമെങ്കിലും നീ തരേണ്ടത്. അത് കറക്റ്റ്. നീ അവന് മറക്കാനുള്ള ടൈം കൊടുക്കണമായിരുന്നു. എടാ അവളെ എന്നെ ഇവനെ മറന്നു കാണും. അതെ അതെ. ആരെങ്കിലും ഒരാൾ മറന്നാ പോരെ സുവിനെ. അന്യന്റെ പെണ്ണ് മോഹിക്കരുത്. അതാണ്. ആരാ അന്യന്റെ പെണ്ണ്? സുവിന്റെ പെണ്ണല്ലേ? എടാ പ്രസാദേ, നിനക്കറിയില്ല എത്ര നാളായി ഞാൻ പെണ്ണ് അന്വേഷിക്കുന്നത്. മാട്രിമോണി ആപ്പ് വന്നിട്ടുള്ള എൻ്റെ കല്യാണം കഴിഞ്ഞില്ല. ഈ ഒരു കാര്യത്തിൽ ഞാൻ എൻ്റെ കൂടെ നിൽക്കാം. 100%. എടാ സുവിനെ, അന്ന് നിന്റെ കൂടെ പെണ്ണ് കാണാൻ വന്നതും നിനക്ക് പൊക്കം കുറഞ്ഞതും പിന്നെ അവൾക്ക് ബാംഗ്ലൂരേക്ക് ട്രാൻസ്ഫർ ആയതും എല്ലാം ഒരു നിമിത്തോടാ. അതും കറക്റ്റാണ്. എടാ നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിനക്ക് വേണ്ടി ഒരു പൊക്കം കുറഞ്ഞാൽ സുന്ദരി കൊച്ചിനെ നമ്മൾ കണ്ടുപിടിക്കും. നീ കൊച്ചു പയ്യനല്ലേ, ഇവനെ പോലെ പ്രായമൊന്നും കടന്നു പോയിട്ടില്ലല്ലോ. നിങ്ങൾക്ക് എല്ലാം ഓക്കെയാണ്. അത് ശരിയാണ്. ഹലോ മോളു. അയ്യോ, ഒരു അരമണിക്കൂറിലെത്തും. വച്ചോ വച്ചോ. മോളാണ് വീട്ടിൽ നിന്ന്. കുറച്ച് കണക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറയായിരുന്നു. ബുധനാഴ്ച വീട്ടിൽ ചപ്പാത്തിയാണല്ലേ? പോട്ടെ. ശരി. ഭാര്യത്തോറെ പേടിയാടാ. പോണ പോക്കണ്ടല്ലേ? കണക്ക് പറയാനല്ല, ചപ്പാത്തി കൊടുക്കാൻ പോയതാ. ഓ, ഇതിന് വീട്ടിൽ പോയി കുഴച്ചുണ്ടാക്കി തീറ്റിച്ച് കോടാലി കഴിഞ്ഞ് ഇപ്പൊ വാള് കയറാൻ തുടങ്ങി. ഇനി പുറകെ എന്തൊക്കെ കയറുവോ ആവോ. നീ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വന്നത് എന്താ? ഒന്ന് ഫോൺ ചെയ്തിട്ട് വന്നിരുന്നെങ്കിൽ 2-3 പെങ്കൊച്ചുങ്ങളെ പോയി കാണാറുന്നില്ലേ? ഓ, കൊറേ കൊല്ലായല്ലാളിയാ ഈ പെനായിരം കലക്കാൻ തുടങ്ങിട്ട്. ഈ നേരത്തെ വല്ല നാരങ്ങോളം കലക്കിയിരുന്നെങ്കിൽ എന്റെ ചേച്ചിയും പിള്ളേരും രക്ഷപ്പെട്ടു. അതുമായി ഞങ്ങള് അരുണൊരു കല്യാണാലോചനയായിട്ട് വന്നതാ. മതിയളയെ ബീഡി വലിച്ചു കയറ്റിയത്. ഇങ്ങോട്ട് കയറുവാ. സുവിനൊരു ആലോചന കൊണ്ടു നിൽക്കുന്നത്. ഏതാടാ പെണ്ണ്? നമ്മുടെ പേങ്ങോട്ടുകാരാ. തോട്ടത്തിൽ പങ്കജാശൻ ചേട്ടന്റെ മോള്. ബാംഗ്ലൂരിലാ ജോലി, അതും ബാങ്കില്. നമ്മുടെ ജാതിയാണോ? ഏത് ജാതി ഏത്? അതെ, എനിക്ക് ഈ വീട്ടുപേര് കേട്ടിട്ട് നല്ല പരിചയമുണ്ടല്ലോ. പെങ്കൊച്ചിന്റെ പേരെന്താ? മായ. സ്വാതി. നല്ല ടിപ്പറിനും പ്രൈവറ്റ് ബസ്സിനൊക്കെ ഇടാൻ പറ്റിയ പേരല്ലേ സ്വാതി. ഈ പെങ്കൊച്ചിനെല്ലാടാ നീ ഒന്ന് കാണാൻ പോയത്? അതന്നെ. അതിനെ ഒരു പെണ്ണ് കാണലെന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ. പട്ടാളത്തിൽ ചേരാൻ പോയ പോലെ അല്ലായിരുന്നു. നെഞ്ചളവില്ല, പൊക്കക്കുറവ്, എന്തൊക്കെയായിരുന്നു. അയ്യോ, നിനക്ക് ഇതിനെയല്ലേടാ ഒന്ന് വേണ്ടാന്ന് പറഞ്ഞത്? അയ്യോ, ഇപ്പൊ ഇത് മാത്രം മതി. ഏതായാലും ഞങ്ങൾ അവരോടൊന്ന് സംസാരിക്കട്ടെ. നിന്റെയും ദിവ്യയുടെയും കല്യാണം ഇനി ഒരുമിച്ചേ നടത്തുന്നുള്ളൂ. ഇവളെ കെട്ടുപ്രായം കഴിഞ്ഞ് നിൽക്കുക. കൂടെ പഠിച്ചതിനല്ലേ നീ നോക്കുന്നത്. അപ്പൊ ഇവളെ ഇവിടെ വെറുതെ നിർത്താൻ പറ്റുമോ? ഏതായാലും ബെസ്റ്റ് ടീമാ കേട്ടോ. അന്ന് ബാംഗ്ലൂർ പോയിട്ടൊന്ന് വിളിച്ചിട്ട് പോലും ഇല്ല. ഞാനും അത് തന്നെ ഓർക്കുമായിരുന്നു. അല്ല, ഞാൻ ഓർക്കുന്നത് മാത്രമേ നിങ്ങൾക്ക് ഓർക്കാനുള്ളൂ. ഇത് എന്തൊരു മനുഷ്യനാപ്പാ. അമ്മ, അത് അവര് തിരക്ക് കാരണം മറന്നുപോയതായിരിക്കും. എന്ത്? അവൻ ഇപ്പോഴേ അവരുടെ ആളായി കേട്ടല്ലോ. എല്ലാരോടും കൂടി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്തായാലും ബാങ്ക് ജോലി കിട്ടിയിട്ട് മതി എനിക്കിനി കല്യാണം.
നിനക്ക് പുതിയ വല്ല ഗൈഡ് വല്ലതും വേണേ പറയണേ, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവരാ. വേണ്ട, നാട്ടിൽ കിട്ടുന്ന ഗൈഡ് കൊണ്ട് പഠിച്ച് ഞാൻ ബാങ്ക് ജോലി വാങ്ങിച്ചോളാം. ആ ഗൈഡ് കമ്പനിക്കാരൻ കോടീശ്വരനായെന്നാ കേട്ടെ. എന്നെ ഇവിടെ വെട്ടിമുറിച്ചിട്ടിട്ട് നീ സ്വപ്നം കണ്ട് ബൈക്ക് ഓടിച്ച് പോകും അല്ലേടാ? ഇവിടെ ഇവിടെ എവിടെ? ആ രാധാകൃഷ്ണ കേട്ടോ, 100 കുപ്പിക്കടി അഞ്ഞലിയുണ്ട്. കല്യാണം കഴിഞ്ഞ് ഒരുപാട് കാലം കുട്ടികളുണ്ടാവാതെ അവസാനം ഗുരുവായൂർ പോയി ഉരുളി കമിഴ്ത്തി കിട്ടിയ കുഞ്ഞാ സ്വാതി. ആണും പെണ്ണായി ഞങ്ങൾക്ക് ഒന്നേ ഉള്ളൂ. അതെന്താ പിന്നെ ഉരുളിയൊന്നും കിട്ടിയില്ലേ കമത്താൻ? അല്ല, ഈ ചെറുക്കനും പെണ്ണും തമ്മിൽ നേരത്തെ കണ്ടെങ്കിൽ ഇഷ്ടമായത് കൊണ്ടും ഇനി ജാതകങ്ങൾ അത് കാരണവന്മാര് പറയും. ചെറുക്കനും പെണ്ണും നേരത്തെ കണ്ട് ഇഷ്ടമായത് കൊണ്ടും ജാതകത്തിൽ വേറെ പ്രശ്നങ്ങൾ ഇല്ലാത്തത് കൊണ്ടും നമുക്ക് കാര്യങ്ങൾ കിടക്കാം. ഇതന്നല്ലേ അളിയനും പറഞ്ഞു. ദിവ്യയുടെയും അരുണിനെയും കല്യാണം ഒരുമിച്ച് നടത്തണമെന്ന് ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ട് ദിവ്യയ്ക്കും കൂടി ഒരു കല്യാണം ആലോചിക്കാനുള്ള സമയം ഞങ്ങൾക്ക് തരണം. അതിനെന്താ, ഒരു 6 മാസം കഴിഞ്ഞിട്ട് നടത്താം. എന്താ? ആയിക്കോട്ടെ. അല്ല, 6 മാസം കഴിഞ്ഞിട്ട് നടത്താം. ന്യൂ ജനറേഷൻ അല്ലേ, അവരുടെ കാര്യങ്ങളില് നമ്മൾ തടസ്സം നിൽക്കണ്ടല്ലോ. അപ്പൊ നമുക്ക് ആ ഡേറ്റ് ഒന്ന് നോക്കാം. 6 മാസം വിളിച്ച് വേറെ ഏത് ഡേറ്റ് സൂപ്പർ. അതന്നെ 1-ാം തീയതി വെക്കല്ലേ. മകരം, കുംഭം, മീനം, മേടം, ഇടവം. 6 മാസത്തിനകം ദിവ്യയ്ക്ക് ഒരു ചെക്കനെ കണ്ടുപിടിക്കണം. ദിവസം ഇപ്പൊ ഷൂന്നും പറഞ്ഞങ്ങ് പോവും. അല്ലടി, ഞാൻ ആ ബ്രോക്കർ സാബുവിനോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ കാര്യം നോക്കാൻ. അമ്മേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ബാങ്ക് ജോലി കിട്ടിയിട്ട് മതി എനിക്ക് കല്യാണം. ഓ, ബാങ്ക് ജോലി ഇപ്പൊ എന്റെ കല്യാണം ഒരിക്കലും നടക്കില്ലേ? എന്തേട്ടാ? 6 മാസത്തിനുള്ളിൽ കല്യാണം നടത്തണം. ഒരു 3 മാസം പറഞ്ഞാൽ മതിയായിരുന്നു. എന്നാലും ആ ദിവ്യയുടെ ഒരു അഹമ്മതി നോക്കണേ. അടുക്കളേന്ന് എല്ലാവരും കേൾക്കാൻ അവള് പറയുവാ ബാങ്ക് ജോലി കിട്ടാതെ അവള് കെട്ടില്ലാന്ന്. അവക്ക് 6 മാസത്തിനുള്ളിൽ ജോലി കിട്ടുമോ മോളെ? എനിക്കറിയില്ല. ടിവിയും കണ്ടിരുന്നാ മതിയല്ല. എനിക്ക് അടുത്തുള്ള അമ്പലത്തിലും പള്ളിയിലേക്ക് ഒന്ന് പോകണം. ഇത് കണ്ടോ? ഇത് കലണ്ടർ അല്ലേ? അത് മനോരമ തന്നെ. ഇതിലിപ്പോ ഇത്ര കാണാതിരിക്കുന്നേ? അതല്ല മനുഷ്യ, മാസം 4 കഴിഞ്ഞു. 6 മാസം കഴിഞ്ഞ് കല്യാണം എന്ന് പറഞ്ഞിട്ട് മാസം 4 ആയിട്ടും അവരുടെ ഭാഗത്തുനിന്ന് ഒരു ചൂട് ഉഷാറും ഒന്നും ഉണ്ടായിട്ടില്ല. നിങ്ങൾ ഈ ഫോൺ എടുത്തൊന്ന് വിളിച്ചാൽ. അല്ല, അത് പിന്നെ കഴിഞ്ഞ ആഴ്ച ഒന്ന് വിളിച്ചല്ലേ ഉള്ളൂ. ഇനി അടുത്ത ആഴ്ച വിളിച്ചാ പോരെ? നമ്മൾ എപ്പോഴും വിളിച്ചാലേ അവർക്കൊരു ചൂട് ഉഷാറും ഒക്കെ ഉണ്ടാകത്തുള്ളൂ. നമുക്ക് ഉഷാറുണ്ടായിട്ട് എന്താ കാര്യം? ആ ദിവ്യക്ക് ബാങ്ക് ജോലി കിട്ടണ്ടേ? അമ്മേ, SBI കുറെ പുതിയ പോസ്റ്റൊക്കെ വിളിച്ചിട്ടുണ്ടല്ലോ. ദിവ്യ അപ്ലൈ ചെയ്തോ അമ്മേ? ഓ, എല്ലാം മുറക്കി നടക്കുന്നുണ്ട്. ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. സ്വാതിയുടെ അച്ഛനും അമ്മയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കുന്നു കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ എവിടം വരെ ആയിന്ന്. കേട്ടോ, അവനോട് അവര് വിളിച്ച് ചോദിക്കുന്നത് കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ എന്തായിന്ന്. കല്യാണം ചെറുക്കനെ വിളിച്ചിട്ടാണോ ഏർപ്പാട്? ഇവിടെ കാരണവന്മാര് ചത്തുപോയിട്ടില്ലെന്ന് പറഞ്ഞത്. അതെ, അവർക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിലേ വിവരാവകാശ കമ്മീഷനെ കൊണ്ട് ഒരു പരാതി കൊടുക്കാൻ പറ. അവര് കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചോദിച്ചല്ലേ അമ്മേ. ആഹാ, ഇപ്പൊ നീ അവരുടെ ഭാഗമായോ? അതെ, കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് ഒരു രീതി സമയമൊക്കെ ഉണ്ട്. അമ്മേ, ദിവ്യ സാദി ഒരേ പ്രായമല്ലേ? അപ്പൊ ദിവ്യ ഇവിടെ നിർത്തിക്കൊണ്ട് സാദിയുടെ കല്യാണം നടത്താൻ പറ്റുമോ? അവള് ബാങ്ക് ജോലി കിട്ടിയിട്ടേ കല്യാണം കഴിക്കൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നീണ്ടു പോകത്തില്ല അമ്മേ. നീണ്ടു പോട്ടെ, ഒരു കല്യാണമല്ലേ മുടങ്ങിയുള്ളൂ എന്ന് പറഞ്ഞ് നിന്റെ മൂക്കി പല്ലൊന്നും മുളച്ചിട്ടില്ലല്ലോ. ഒരു കല്യാണക്കാരൻ വന്നിരിക്കുന്നു. അല്ല, എന്താ കണ്ടു വിളിച്ചോണ്ടിരിക്കുക? മര്യാദക്ക് തേങ്ങ തരണ്ട മനുഷ്യ. അരച്ച് കറി വെക്കാനുള്ളതാ. ഈശ്വര, 12-ാം തീയതി ഇങ്ങ് എത്തിയല്ലോ. കല്യാണം ഇങ്ങ് അടുത്തു. ഈശ്വര, 13-ാം തീയതി 2 മാസത്തെ പാലിന്റെ പൈസ. ആപ്ലിക്കേഷൻ. ബാങ്ക് ഓഫ് ബറോഡ, ദേന ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനീർ ആൻഡ് ജയ്പൂർ. ബിക്കാനീറോ? എന്റെ ഗുരുവായൂരപ്പ, ഇവിടുത്തെ എന്ത് ഭാവിച്ചോണ്ടാ? ദിവ്യേ,
മോള് പുതിയ ബാങ്ക് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ വന്നായിരിക്കും അല്ലേ? എന്താവോ ഇവിടെ ഒന്നും സ്ഥലമില്ലാണ്ട് വിൽക്കാനും. പഴയ പ്ലാസ്റ്റിക് ചക്കിൽ നിന്ന് 10,000. നമ്മുടെ കച്ചവടം കേറ്റോ കേട്ടോടി. ചന്ദ്രന്റെ ചായക്കടയിൽ ആഴ്ചയിൽ ഒരു 4 കുപ്പി വെച്ച് എടുത്തോളാന്ന് പറഞ്ഞിട്ടുണ്ട്. ഫെനോയിൽ 4 കുപ്പി പെനോയിൽ. SBT 3000 ഒഴിവ് വിളിച്ചിട്ടുണ്ട്. നീ അപേക്ഷിച്ചില്ലേടി? അമ്മ ഒന്നും അറിഞ്ഞില്ലേ? SBT SBI തമ്മിൽ ലയിപ്പിക്കാൻ പോവാ. എനിക്ക് ബിക്കാനീർ മതി. പങ്കജാക്ഷന ഇന്നാ. ഹലോ ഹലോ ഹലോ. എന്തൊക്കെയുണ്ട് പവിത്ര വിശേഷങ്ങൾ? അല്ല ഇപ്പൊ വിശേഷങ്ങളായിട്ടങ്ങനെ. അല്ല നമുക്ക് വിശേഷങ്ങളൊക്കെ ശരിയാക്കണ്ടേ? കല്യാണം നടത്താന്ന് പറഞ്ഞിട്ട് 6 മാസം കഴിയാറായി. അല്ല അത് പിന്നെ ഈ മോക്ക് പിന്നങ്ങോട്ടൊരു ആലോചനയൊന്നും വന്നില്ല. അവള് പിന്നെ ഈ ബാങ്കിന്റെ മറ്റേ ടെസ്റ്റിന്റെ ഈ റിസൾട്ടൊക്കെ വന്നിട്ട്. അല്ല കുടുംബക്കാരൊക്കെ ചോദിക്കുന്നു. ഞങ്ങള് അവരോടൊക്കെ എന്ത് പറയും? എല്ലാരും നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഇങ്ങതാ ഞാൻ പറയാം. അല്ല അത് പിന്നെ ഞാനും ഇവിടെ ഒന്ന് ആലോചിച്ചിട്ട്. ആലോചിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ചെറുക്കന്റെയും പെണ്ണിന്റെയും അമ്മമാര് തമ്മിലും സംസാരിക്കും. അല്ല അത് വേണോ? അത് വേണമല്ലോ. ഞാൻ കൊടുക്കാം. കൊടുക്കാം. പിള്ളേരുടെ അച്ഛൻ പറഞ്ഞത് ശരിയാ ചേച്ചി. ചേച്ചീന്ന് ആ മുറുകിത്തോളം എന്നെ വിളിക്കാ ചേച്ചീന്ന്. കാര്യങ്ങളൊന്നും അങ്ങോട്ട് നടക്കുന്നില്ലെന്നേ. മാത്രമല്ല ഒരു ജോലി കിട്ടാതെ എങ്ങനെ പെങ്കൊച്ചിനെ വേറൊരു വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നത്? നമ്മുടെ കാലം കഴിഞ്ഞാൽ അവര് ജീവിക്കണ്ടേ? നമ്മൾ വാക്കാൽ ഒരു കാര്യം പറഞ്ഞു ഉറപ്പിച്ചതല്ലേ സുകുമാരി ചേച്ചി? ഇവിടെ പന്തലുകാരൊക്കെ ചോദിക്കുക കല്യാണം എന്താ മാറിപ്പോയോന്ന്. ഞങ്ങൾ ബന്ധുക്കാരോടും നാട്ടുകാരോടൊക്കെ എന്ത് പറയും? അവരോടൊക്കെ ചെറുക്കന്റെ പെങ്ങൾക്ക് ജോലി കിട്ടിയില്ലാന്ന് പറയാനൊക്കോ സുകുമാരി ചേച്ചി? അവളെ ഉരുളിയും കൊട്ടകമൊക്കെ കമത്തി പെടാതിരുന്നേനെ ഞാൻ അങ്ങനെ അവളുടെ ചേച്ചിയാകും. അതെന്നാ വർത്തമാനോ? ദിവ്യ സ്വാതി ഒരേ പ്രായമല്ലേ? അപ്പൊ ഞങ്ങളുടെ ദിവ്യ ഇവിടെ നിർത്തിക്കൊണ്ട് നിങ്ങളുടെ സ്വാതിയുടെ കല്യാണം നടത്താൻ പറ്റുമോ? അതൊക്കെ നമ്മളൊന്ന് ഓർക്കണ്ടേ? ദിവ്യക്ക് കല്യാണം നടക്കാത്തതേ അവളുടെ അഹമ്മദിക്ക് നിങ്ങൾ കൂട്ടു നിൽക്കുന്നത് കൊണ്ടാ. അവക്ക് ബാങ്ക് പരീക്ഷ എഴുതാൻ കമ്പുണ്ടെന്ന് വിചാരിച്ചേ നിങ്ങൾ വേണ്ടേ സമയത്തിന് കല്യാണം നടത്താൻ? ബാങ്ക് പരീക്ഷ എഴുതാൻ കമ്പോ? പഠിക്കാൻ പോകുന്ന ഒരു പെങ്കുച്ചിനെ കുറിച്ച് പറയാൻ കൊള്ളാവുന്ന വർത്താനമാണോ നിങ്ങൾ ഈ പറഞ്ഞത്? അതെ നിങ്ങളുടെ മോൾക്ക് ആദ്യം ജോലി കിട്ടിയെന്ന് പറഞ്ഞിട്ട് കൂടുതൽ കളിക്കണ്ട. നിങ്ങൾ പോ പെണ്ണുമ്പിള്ള. ഞങ്ങളുടെ മോനെ നിങ്ങളുടെ തലതെറിച്ച പെണ്ണിനെ വേണ്ട. ഇതേ അടക്കം ഒതുക്കുള്ള പെണ്ണുങ്ങൾ താമസിക്കുന്ന വീടാ. ഞങ്ങൾക്ക് പണ്ടേ വേണ്ടതല്ലേ. ആ സോപ്പ് ഇട്ടാ. സോപ്പൊക്കെ തേക്കാറുണ്ടോ? എടാ നിനക്ക് അവളെ കല്യാണം കഴിക്കാൻ പറ്റുമെങ്കിൽ അത് മതി. അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി തന്നല്ലേ. എല്ലാം പൊളിഞ്ഞല്ലേ. ആ ദിവ്യയുടെ ഒരു ബാങ്ക് ജോലി. എടാ ബാങ്ക് ജോലിക്ക് എന്തൊരു കുഴപ്പം? നീ ബാങ്കിലല്ലേ? പിന്നെ അവളെ പോലെ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് അത് നടക്കൂലെന്ന് കണ്ടപ്പോ ബാങ്കിൽ കയറി. എടാ നിന്നെ പോലെ തന്നെ അവളും എൻ്റെ മരുമോളാ. ആ കാര്യം നീ മറക്കരുത്. മാമാ ഞാൻ അവളെ രജിസ്റ്റർ മാരേജ് കഴിക്കും. എന്തത്? ഞാൻ അവളെ രജിസ്റ്റർ മാരേജ് കഴിക്കുന്നു. എടാ നിക്കടാ അവിടെ. എനിക്ക് ഈ കല്യാണം തന്നെ മതി. അല്ലെങ്കിൽ ഞാൻ രജിസ്റ്റർ മാരേജ് ചെയ്യും. അയ്യോ മോളെ നീ അതിനൊന്നും മുതിരണ്ട. അച്ഛൻ നടത്തി തരാ ഈ കല്യാണം. നിങ്ങളൊന്നും മിണ്ടാതിന് മനുഷ്യ. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? എന്നാ അച്ഛനും മോളും കൂടെ ആയിക്കോ. പറഞ്ഞ കേൾക്കില്ലല്ലോ. ഞാനും കൂടി ഇരുന്ന് ഉറപ്പിച്ച കല്യാണമല്ലേ ഇത്. ഒറ്റ വാക്കൻ അങ്ങനെ മുറിച്ചു കളയാനൊന്നും പറ്റില്ല. ഒന്നുമില്ലെങ്കിൽ ഞാൻ ചെക്കൻ്റെ അമ്മാവനല്ലേ. ഒരമ്മാവൻ വന്നേക്കുന്നു. രാവിലെ തന്നെ ചരമക്കുളം വിരിച്ച് ചാരൊക്കെ ചത്തൊന്ന് മഷിയിട്ട് നോക്കണം. ആലോവലാതി. എത്ര പേരാ കല്യാണ ഇഷ്ടത്തിന് വന്നത്? അവരോടൊക്കെ ഇനി എന്തു പറയും? 6 മാസം കഴിഞ്ഞ് കല്യാണം നടത്താന്ന് പറഞ്ഞല്ലേ. അവര് പന്തൽ വരെ ഏർപ്പാടാക്കി മാമാ. അവര് പന്തലിട്ടതാന്നോടാ വലിയ കാര്യം. എടി ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഇവൻ കല്യാണം കഴിഞ്ഞാൽ അവരുടെ ഭാഗത്തേക്ക് ചാടുമെന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്റെ വല്യേച്ചി അവനെങ്ങനെ രജിസ്റ്റർ മാരേജ് ചെയ്താ നമ്മുടെ കുടുംബത്തിന് മാന പോണം. ചെറുക്കനമ്മനോട് വിളിച്ചോടി പോയി കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞപ്പോഴാ 2 കൂട്ടരും കൂടെ ഒന്നിച്ചതേ. അല്ലെങ്കിൽ 2 കൂട്ടരും കൂടെ തമ്മിൽ തല്ലി പിരിഞ്ഞു പോയവരാ. അതെ
ദിവ്യ എന്തേ സുകുമാരി ചേച്ചി? അവൾക്കിന്ന് സിൻഡിക്കേറ്റ് ബാങ്കിന്റെ പരീക്ഷയുണ്ട് ചേച്ചി. എടോ പെണ്ണു വീട്ടുകാര് ആടി കളിക്കുന്നുണ്ടല്ലോ. ഇത് സിമെന്റ് ഇട്ട് ഉറപ്പിച്ചേക്കണം. കുറച്ച് മണലും കൂടെ ചർച്ചയ്ക്കോ വാർത്തകളായ. അപ്പോ നമ്മളെല്ലാരും പറഞ്ഞ പോലെ മലയാള മാസം മേടവം 29 കല്യാണം. എന്തേ? അതിന് 2 ആഴ്ച മുമ്പ് നമ്മൾ കല്യാണ സാരിയും ആഭരണമൊക്കെ എടുക്കും. എല്ലാവർക്കും സമ്മതമല്ലേ? മാറ്റൊന്നുമില്ലല്ലോ. നീയും കൂടെ അച്ഛാ പോവാം. അമ്മ വരുന്നില്ല. അതെന്ത് പരിപാടിയാ അമ്മേ? നമുക്കെല്ലാവർക്കും വേണ്ടിയല്ലേ ഡ്രസ് എടുക്കുന്നേ. അവരോടെന്ത് പറയും നീ? ഇത് നിനക്ക് വേണ്ടി മാത്രം നടത്തുന്ന കല്യാണമല്ലേ? അപ്പൊ നീ തന്നെ ചരക്കെടുക്കാൻ പോയച്ചാ മതി. എനിക്ക് നല്ല സുഖമില്ലെന്ന് പറഞ്ഞേര്. അമ്മ തമാശ കളിക്കാതെ വാ അമ്മേ. എടാ, ഈ പെണ്ണ് വീട്ടുകാരെ അവരുടെ പൊങ്ങച്ചം കാണിക്കാൻ നടത്തുന്ന പരിപാടിയാണ് ഈ ചരക്കെടുപ്പ്. അതിന് വന്ന് നിന്ന് തരാൻ എനിക്ക് മനസ്സില്ല. അടിപൊളി. പോവാം. നീ വരുന്നോ? അയ്യോ അച്ഛൻ വരുന്നില്ലേ? പിന്നെ ഞാൻ കൂടെ. ഇങ്ങക്ക് നാണമില്ലല്ലോ. എല്ലായിടത്തും വലിഞ്ഞു കയറി പൊയ്ക്കോളൂ. പോയിട്ട് വാ. നിന്ന് ചമ്മാതെ പോയി പെനയില് കലക്കാൻ നോക്കി. വെൽക്കം. ഇതാണ് നമ്മുടെ. എങ്ങനെയുണ്ട്? അടിപൊളി. കൊള്ളാം. ഈ ഫ്ലാറ്റ് മുഴുവൻ നമുക്ക് പിള്ളേരെ കൊണ്ട് നടക്കണം. അതിന് അരുണേട്ടൻ കൂടി വരേണ്ടി വരും. അത് വേണ്ട. കല്യാണമാണ്, വരണം. കല്യാണമാണല്ലേ? കൺഗ്രാചുലേഷൻസ്. താങ്ക് യു സർ. പിന്നെ പലതവണ ഇതും പറഞ്ഞ് ലീവ് എടുത്തിട്ടുള്ളത് കൊണ്ട് ഇത്തവണ ഒരു 3 ദിവസം ലീവ് എടുത്തോ. പോയി അടിച്ചു പൊളിച്ചു. പിന്നെ തിങ്കളാഴ്ച തിരിച്ച് ജോയിൻ ചെയ്യണം. അയ്യോ, 3 ദിവസം പറയുമ്പോ ഒന്ന് സെക്കൻഡ് സാറ്റർഡേയും മറ്റേ സൺഡേ അല്ലേ? അത് ശരിയാണല്ലോ. എടാ, നിന്നെ കൊണ്ട് പറ്റാത്തോണ്ടാ. ഞാനായിരുന്നു നിങ്ങളുടെ ചൊറിച്ചില്. കല്യാണമാണ്, വരണം. ഹാപ്പി മാരീഡ് ലൈഫ്. സുദീപ് സർ, കല്യാണമാണ്. കൺഗ്രാറ്റുലേഷൻസ് സ്വാതി. ಖಂಡಿತ ಬರ್ತೀನಿ. താങ്ക് യു. കുഞ്ഞിക്ക, എന്ത് രസമുള്ള ഫോട്ടോസ് അല്ലേ? ജീവിതത്തിൽ കല്യാണം കഴിക്കുകയാണെങ്കിൽ മിനിമം 2 എണ്ണെങ്കിലും കഴിക്കണം അല്ലേ? അതെ. അരുണേട്ടാ, എന്താണ് എപ്പോഴാണ് ഇപ്പൊ കല്യാണം? അടുത്ത മാസം 12. അതിങ്ങ് എത്തിയല്ലോ. അപ്പൊ തുണി മാറുന്നതും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ കല്യാണത്തിന്റെ ഉണ്ടല്ലോ. അതുകൊണ്ട് അപ്പൊ ഞാൻ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് വന്നേക്കാം. ഊതല്ലേ. നീയേ നല്ലൊരു ക്യാമറ എടുത്തിട്ട് വേണം അങ്ങോട്ട് വരാൻ, കേട്ടോ? എനിക്കൊരുപാട് വിളിയുള്ളതാ. പോട്ടെ. എടാ ജോബി, 12-ാം തീയതി വേറെ വല്ല പരിപാടി ഉണ്ടോടാ? ഇല്ല കേട്ടോ. എന്നാ ഏതെങ്കിലും ഒന്ന് ബാക്കപ്പിന് പിടിച്ചിട്ടോ. ശരി. കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് പകുതിക്ക് നിന്ന് പോയതാ. എന്തോ നിർത്താൻ നടന്നില്ലെങ്കിലും ഫോക്കസ് റെഡിയാക്കില്ല. ഓക്കെ, കിട്ടിക്കോ കിട്ടിക്കോ കിട്ടിക്കോ. അങ്ങോട്ട് മാറി നിൽക്കും. നല്ല ജോഡിയല്ലേ ബോസ്? താൻ ആ സെയിൽസ് റിപ്പോർട്ട് മൺഡേ വെക്കാൻ മറക്കണ്ട. ഞാൻ അവരെ അനുഗ്രഹിക്കുമ്പോ എന്റെ കല്യാണത്തിന് അനുഗ്രഹിച്ചാൽ മതി. മോളെ, ആ വിളക്ക് കൊടുത്ത് സ്വീകരിച്ചാൽ ആ വളയുടെ ചടങ്ങ് കഴിഞ്ഞാലേ മോക്കം കൂടെ കയറാലോ അല്ലേ? തിരി ഇങ്ങോട്ട്. സ്ലോ മോഷനില് പതുക്കെ പതുക്കെ കയറ്റിക്കോ. അങ്ങ് തള്ളി കയറ്റിയോട്. തള്ളി കയറ്റിക്കോട്. പണി പാളി. വല്യച്ചി,
ഇത് മനഃപൂർവ്വം ചെറുത് നോക്കി വാങ്ങിയതായിരിക്കും. കാണിക്കില്ലേ? കേറുന്നില്ലല്ലേ? ആ സോപ്പിട്ട് തപ്പിച്ചാൽ മതി, കേറിക്കോളൂ. വറ സോപ്പ് നല്ലതാണ്, അതിട്ടാ പതയും. കുഴപ്പമില്ല മോളെ, സോപ്പിട്ട് തപ്പിച്ചാൽ മതി, കേറും. കേറി വാ. എന്നാലും ആ വള കയറാത്തത് വലിയ കഷ്ടായിപ്പോയി. അമ്മ സ്വർണ്ണം എടുക്കാൻ വരാത്തോണ്ടല്ലേ അളവിന് മേടിക്കാൻ പറ്റാതിരുന്നത്. അല്ല, ഒരു വള കയറാത്താണോ ഇത്ര വലിയ പ്രശ്നം? അല്ല, നീ തന്നെ ഒരു വള മേടിച്ച് അമ്മയുടെ കയ്യിലിട്ട് കൊടുത്താൽ മതി, അമ്മയ്ക്ക് സന്തോഷാവും. പിന്നൊന്നുമില്ല. ഞാൻ ഒന്നും പറഞ്ഞു തരുന്നില്ല. മിണ്ടാതെ അവിടെ അടങ്ങിക്കിടന്നു. മര്യാദയ്ക്കൊന്ന് ശ്വാസം വിട്ട് അപ്പുറത്ത് കേൾക്കും. മിണ്ടി പോരുത്. നിങ്ങളുടെ നാട് കൊള്ളാട്ടാ. പിന്നെ ചുമ്മാതാണോ? അതെ, എനിക്ക് പറ്റിയ സുന്ദരികളായ ക്രിസ്ത്യാനി പെൺകുട്ടികളെ കിട്ടുമോ? പോടാ പോടാ. അതെ, അവന്റെ റിലേഷൻഷിപ്പ് സ്റ്റേറ്റസ് അപ്ഡേറ്റ് ചെയ്തേക്കുന്നു. എവിടെ? അവൻ ഈ ആദ്യ രാത്രിയിലും ഫേസ്ബുക്കിൽ കളിച്ചോണ്ടിരിക്കുകയാണ്. റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ഫേസ്ബുക്കിൽ മാത്രമേ അപ്ഡേറ്റ് ആയി കാണത്തുള്ളൂ. എന്തുവാടും, തനിക്ക് LP സ്കൂളിൽ പഠിക്കുന്ന ഒരു കൊച്ചുള്ളതല്ലേ, കുറച്ചുകൂടി ഡീസൻ്റ് ആയിക്കൂടെ? അങ്ങനെ ആവണേ. ആവല്ലേ ലേ. ചായ വേണമെങ്കിൽ ഞാനുണ്ടാക്കാട്ടോ അമ്മേ. ചായയൊക്കെ ഇട്ടു. ദേ ആ പാത്രത്തിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. കുറച്ചെടുത്ത് അരുണിനും കൂടെ കൊടുത്തേക്ക്. അതെ, നീ കുളിച്ചില്ലായിരുന്നോ? ഇല്ല. മോളെ, ഞങ്ങൾ പഴയ തറവാട്ടുകാരാ, പഴയ ചിട്ടുകളൊക്കെയാ. രാവിലെ എല്ലാവരും കുളിച്ചിട്ടൊക്കെ അടുക്കളയിൽ കയറാറുള്ളൂ. ആ പുറത്തെ സിങ്കിലെ കുറച്ച് പാത്രങ്ങളൊക്കെ കിടപ്പുണ്ട്, മോളതൊക്കെ ഒന്ന് കഴുകി വെച്ചാൽ മതി. മോർണിംഗ്. അതെ, ഇവിടെ അടുത്ത് വല്ല കുളം എന്തെങ്കിലും? ഞാൻ പോയി വിസ്തരിച്ച് കുളിച്ചിട്ട് വരാം. നിങ്ങളുടെ അമ്മയ്ക്ക് സന്തോഷായിക്കോട്ടെ. ഞങ്ങള് പറഞ്ഞ തടീനല്ലേ? അതെ, മോൾക്ക് കൊടുക്കാളാണ്. ഇന്നലെയാണ് കല്യാണം കഴിഞ്ഞത്. ഉടനെ അടുക്കള കാണാൻ പോണം. ഓരോരോ നാട്ടു നടപ്പല്ലേ, നമ്മളായിട്ട് തെറ്റിക്കണ്ടല്ലോ. നമുക്കൊട്ടും കുറയ്ക്കാനും പറ്റില്ലല്ലോ. ഈ വലിപ്പം മതിയാവൂല്ലേ ചേട്ടാ? പിന്നെ സാറിന് അറിയാലോ, നമ്മൾ ചെയ്യുന്നതൊക്കെ കണ്ടംപററി പാറ്റേൺ ആണ്. പിന്നെ സാറ് നമ്മുടെ റെഗുലർ കസ്റ്റമർ ആയതുകൊണ്ടും ഒറ്റത്തടി ക്ലാസിക്കൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്തതാണ്. ഓക്കെ ഓക്കെ. അല്ല എടുക്കല്ലോ. എന്താണ് സാർ, 10-35 കൊല്ലം ആയില്ലേ നമ്മുടെ ഈ ഫീൽഡിൽ. ഓക്കെ ഡൺ. ഓക്കെ, എന്നാ പിന്നെ ബില്ല് എടുക്കാമല്ലോ അല്ലേ? ആയിക്കോട്ടെ. ഓക്കെ പ്ലീസ്. കട്ടിൽ കൂടെ മേടിക്കണോ? കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഈ സമയത്താണ് അരുണിന്റെ ജീവിതത്തിലേക്കുള്ള വിസ എനിക്ക് കൃത്യമായി സ്റ്റാമ്പ് ചെയ്ത് കിട്ടിയത്. അത് മതി ചേച്ചിയെ, ഒന്ന് വേഗം വേണേ, ഉച്ചക്കത്തേക്കുള്ളതാ. ഇപ്പൊ കഴിയും. എടാ സുപ്ര, അവര് വരൂലേ? അവര് വന്നില്ലെങ്കിൽ അലമാര വന്നാൽ മതി. അത് നമുക്ക് അർഹതപ്പെട്ടു പോകല. മോളെ, അലമാര വരൂ? വരും. വാച്ച് അല്ലേ, രാഹുകാലോ? നിന്നെ കണ്ടെന്നു വേണം എന്റെ രാഹുകാലം. എടാ സുപ്ര വരുന്നില്ലേ? കാറിങ്ങോട്ട് എവിടെ വേണേലും വരിഞ്ഞ് കയറിക്കോളൂ. അമ്മേ, മോളെ നമസ്കാരം. വൈകിയില്ലല്ലോ. എടാ സൂപ്പർ, അവിടെ ഇറങ്ങടാ. ഇത് തമക്കളാണോ അതോ മരം തന്നെയാണോ? അത് അവര് എടോ, ഞാൻ ഈ തറവാട്ടിലെ മാമനാണോ? മാമൻ, അത് ശരി. അതൊന്ന് വേഗം ചേരണ്ടി. സുകുമാർ ചേച്ചി, എന്ത് വലിയ അലമാരയാണ് വന്നേക്കണ. ഈ നാട്ടിൽ ഇത്രയും വലിയ അലമാര വന്നിട്ടില്ല. ആണോടി? ഒന്ന് പോടിയോ. സത്യം. അരുണ് വലിയ വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ചതേ സുകുമാർ ചേച്ചിയുടെ ഭാഗ്യമാണ് കേട്ടാ. വാ വാ, ഞാൻ ഈ അടുക്കളയിൽ നല്ല തിരക്കായിരുന്നു. ഉഗ്രൻ.
പിന്നെ പറഞ്ഞു പണിയിച്ചതാ എന്റെ മോൾക്ക് വേണ്ടി. ബാക്ക് പ്ലൈവുഡ് പൊട്ടിയിട്ടിരിക്കുക. കൊള്ളാലേ? കൊള്ളാം. ഹലോ മിസ്റ്റർ അരുൺ, നമസ്കാരം. എന്നാ നിങ്ങൾ ഇറക്ക്. കണ്ണാടിക്ക് വല്ലതും പറ്റിയിട്ടുണ്ടെങ്കിലേ കാണിച്ചു തരാം. എന്താ ഇറക്കണല്ലേ? അതെ, എനിക്ക് നോക്കൂലിയാ. നിങ്ങൾ എന്താ പോണത്? സാധനം എവിടെ വെച്ച് അവർ കൊണ്ട് വെച്ചോളൂ. ഒന്നുകൊണ്ട് സൂക്ഷിച്ച് നോക്കി. വാ ചേട്ടാ, വാ ചേട്ടാ, വാ ചേട്ടാ, വാ ചേട്ടാ, വാ. അതെ അതെ, വാ വാ. സൂക്ഷിച്ച് വേണം, ഒരുപാട് കശില വാങ്ങിയതാ. അയ്യോ അയ്യോ, ഇവിടെ പറ്റില്ല, ഇവിടെ പറ്റില്ല. അങ്ങോട്ട് പോല, ഇങ്ങോട്ട് 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 വാ. ഇങ്ങോട്ട് ഈ സൈഡിലോട്ട്. ടിവി ഉണ്ട്, ഇവിടെ വെക്കാൻ പറ്റില്ല. കുറച്ചുകൂടെ വലിപ്പം വിസ്താരമുള്ള വീട്ടുകാർക്ക് കെട്ടിച്ചു കൊടുത്താൽ മതിയായിരുന്നു. അതങ്ങനെ മോളുടെ ഇഷ്ടത്തിനകത്ത് തുള്ളുവല്ലോ. അന്ന് അവിടെ വെച്ചേക്ക്. അവള് തല്ലിയിരുന്നില്ലേ? ഇവിടെ ഈ കോർണർ കോർണർ ഇവിടെ 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 വന്നോട്ടെ വന്നോട്ടെ. ഒന്ന് മാറാ, ഒന്ന് മാറ്. ഇവിടെ വെച്ചോ, ഇവിടെ വെച്ചോ, ഇവിടെ അവിടെ തന്നെ. കറക്റ്റ് സ്ഥലം. ഇത്രയും നല്ലൊരു അലമാര കിട്ടിയിട്ട് നിങ്ങളുടെ അമ്മയുടെ മുഖം ഇരിക്കുന്ന കണ്ടില്ലേ? കടന്നൽ കുത്തി പോലെ. കുറച്ചും കൂടെ വലിയ അലമാര പണിക്കായിരുന്നു അല്ലേ? എന്നിട്ട് തന്നെ പരപ്പുറത്ത് കയറ്റി വെക്കാനോ? അലമാരിയല്ല, കോഴിക്കോടായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്. നല്ല പാരമ്പര്യമുള്ള തറവാട്, നല്ല വീട്ടുകാര്, നല്ല ഭാര്യ വീട്ടുകാർ. മോനെ അരുണേ, വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ്. ചേട്ടാ ഈ ലഗേജ് ഒന്ന് എടുത്തേ. അച്ഛാ ഇറങ്ങോ? ബൈ ദിവ്യ. ഇനിയിപ്പോ ബാംഗ്ലൂർ എന്നിട്ട് ഇത് വാങ്ങിക്കാൻ നിൽക്കണ്ടല്ലോ. അയ്യോ, പിന്നെ അവൻ ബാംഗ്ലൂരിൽ പോകുന്ന കക്കൂസ് കഴുകാനല്ലേ? അവിടെ വെക്കും മനുഷ്യ. ഒന്ന് പോടാ തുള്ളി തുള്ളി പോകുന്നുണ്ടല്ലോ. അവിടെ എത്തിയിട്ട് വിളിക്കാം. ഇനി എന്താ പരിപാടി? ഇനി വേണം നമുക്ക് മനസമാധാനമായിട്ടൊന്ന് ജീവിക്കാൻ. ഉരുപ്പടിയാ നിങ്ങൾ ഈ അലമാരയുടെ കൊണമതി ആരും പറയാതെ എന്റെ കലണ്ടർ ഇങ്ങോട്ട് എടുക്ക. പാലിന്റെ കണക്ക് മുഴുവനും അതിലെഴുതി വെച്ചേക്കുന്നത്. പിടിക്കും. ഈ സാധനമല്ലേ എന്റെ പട്ട് പിടിക്കും. ആ കലണ്ടർ ഇങ്ങോട്ട് എടുക്കും മനുഷ്യ. ആ പണ്ടാരക്കാലത്ത് ഇതിന്റെ പുറകിൽ ആണയും വെച്ചിട്ടുണ്ടായിരുന്നോ? വല്ല വിഷവും പറ്റിയതായിരിക്കും കേട്ടോ. രാവിലെ തന്നെ അമ്മയാണല്ലോ. ഹലോ. ആ എടാ, നിന്റെ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആ അലമാരയുടെ എന്തോ കൊണ്ടിട്ടില്ലേ? അച്ഛന്റെ കൈ മുറിഞ്ഞു. കൂടുകൂടാന്നാ ചോര പോകുന്നേ. ദേ ചോര നിൽക്കുന്നില്ല. അയ്യോ, എന്നിട്ട് ആശുപത്രി കൊണ്ടുപോയില്ലേ? ഓ, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഈ അലമാര കൊണ്ട് എന്നാക്ക് ബുദ്ധിമുട്ടാണെന്ന് അറിയാവോ? മനുഷ്യന് നിന്ന് തിരിയാൻ ഇവിടെ സ്ഥലമില്ല. ആ അലമാര എടുത്ത് ഞാൻ എന്ത് ചെയ്യാൻ അമ്മേ? കൊണ്ടുപോയി കളയാൻ പറ്റുമോ? ഓ, എന്നാ ഞങ്ങൾ എന്നാ ചെയ്യണ്ടെന്ന് നീ പറയുന്നേ? നിന്റെ അമ്മായിയച്ഛൻ മേടിച്ചു തന്ന മുഴുത്ത അലമാരയല്ലേ? നീ അത് ബാംഗ്ലൂർ കൊണ്ടുപോയിക്കോ. ആ അലമാര വലിയ പ്രോബ്ലം അല്ലോ. അമ്മയ്ക്ക് വലിയ ബുദ്ധിമുട്ടായെന്ന് തോന്നുന്നു. എനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല. ആ വീട്ടിൽ എനിക്ക് എന്തെങ്കിലും ഒരു വില ഉണ്ടെങ്കിലല്ലേ എന്റെ അലമാരിക്ക് ഉണ്ടാവും.
ഇന്ന് മിക്കവാറേ എനിക്ക് ബോണസ് കിട്ടും. ഞാൻ ബോണസ് തന്നെയല്ലേ പറഞ്ഞേ?